പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ പുലരിയിൽ കൂടെ സർവശക്തനായ ദൈവം നമുക്ക് നൽകി. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതം ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മീക നേത്രങ്ങളെ തുറക്കണം. വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ ആത്മാവിൻ്റെ ശക്തിയെ ഞങ്ങളിലേക്ക് പകരണമേ. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പാട്ട് ഒരു പ്രാർത്ഥനയായിട്ടാണ് ഞാൻ പാടുന്നത്. ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണം, ആത്മാവിൽ എന്നോടൊന്ന് ഇടപെടണം. എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും പാടുകയും ചെയ്യാമല്ലോ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. എന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിൽ എന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആത്മാവിൽ പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ സ്വർഗത്തിലെ ദൈവത്തോട് ചോദിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പാടാം. ആഴത്തിൽ എന്നോട് ഇടപെടണമേ പിതാവേ.
സന്നിധിയിൽ പറയുവാൻ കഴിയുമോ? പാഴായിപ്പോയ ഒരു മൺപാത്രം ഞാൻ, ആത്മാവിനായിട്ട് എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണം, വാർത്തെടുക്കണമേ എന്ന് പറയുവാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നവർ എന്നോടൊപ്പം ചേർന്ന് ഈ പാട്ടിൻ്റെ ഇരടികൾ പാടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തോട് പറയണം, ഈ സീസണിൽ എന്നെ ഒന്ന് മെനഞ്ഞെടുക്കണമേ കർത്താവേ, ഒരു നല്ല മാനപാത്രമാക്കി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പാടാമല്ലോ. ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിൽ നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഇതാ ദേവാ, അടിയനിതാ ദേവാ, അടിയൻ ഇതാ ദേവാ, അടിയൻ ഇതാ. കോട്ടയും നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. നീ എന്റെ സങ്കേതവും, നീ എന്റെ കോട്ടയും, നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, തേടും നിൻമുഖം ജീവകാലം എല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമാ, അടിയൻ ഇതാ. ആരാധിക്കും ഞാൻ
പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലം എല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവും അടിയൻ ഇതാ. അടിയൻ ഇതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയൻ ഇതാ. അടിയൻ ഇതാ ദേവാ, അടിയനിതാ ദേവാ, അടിയൻ ഇതാ ദേവാ, അടിയൻ ഇതാ. Thank you, Jesus. അടിയനിതാ. Hallelujah. Jesus, thank you. Hallelujah. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, മാഹാത്മ്യമേറിയ തിരുവചനമാണ് അടിയങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങയുടെ ഭൃത്യനായ മോശയെ പ്രത്യേകം അഭിഷേകം ചെയ്ത് തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഗൗരവം ഇന്ന് ഞങ്ങൾ ചിന്തിക്കേണ്ടതിന് ഞങ്ങളുടെ കാതുകളെ, അധരങ്ങളെ, നാവുകളെ, ഹൃദയത്തെ എല്ലാം ഒന്നുകൂടെ കഴുകി അങ്ങ് അഭിഷേകം ചെയ്യണേ. ദൈവത്തിൻ്റെ വിശുദ്ധിയോടടുക്കുവാൻ, ദൈവിക പ്രമാണങ്ങളോടടുക്കുവാൻ അടിയങ്ങൾക്കൊരു കൃപ തരണേ. അനേകർക്കിത് പ്രയോജനമില്ലാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വായിക്ക് തേൻകട്ട പോലെ മധുരവും, ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശവും, കാലുകൾക്ക് ദീപവുമായി അങ്ങയുടെ വചനം മാറുവാൻ, ഞങ്ങളെ ക്രിസ്തുവിന് അനുരൂപരായി ട്രാൻസ്ഫോം ചെയ്യുവാൻ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. വചന പഠനം ഞങ്ങൾക്ക് പ്രയോജനമാകണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ലേവ്യ പുസ്തകത്തെക്കുറിച്ചാണ് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ലേവ്യ പുസ്തകം അതിപ്രധാനമായ പുസ്തകങ്ങളിൽ ഒന്നാണ്. ആകെ 27 അധ്യായങ്ങളാണ് ഇതിനുള്ളത്. ഈ 27 അധ്യായങ്ങളിലായി പഴയ നിയമത്തിലെ പൗരോഹിത്യ പ്രമാണം ഇതിനകത്ത് പ്രധാനമായി വിശദീകരിക്കുന്നു. ഒരർത്ഥത്തിൽ പൗരോഹിത്യ പ്രമാണം വിശദീകരിക്കുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ തിരുവചന ഭാഷയിലേക്ക് പോയാൽ രാജകീയ പുരോഹിതവർഗമാകേണ്ടതിന് വേണ്ടി വിളിക്കപ്പെട്ട ജനത്തിൻ്റെ ലൈഫ് കോഡ്, ജീവിതത്തിൻ്റെ കോഡിങ് എന്താണ്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കർത്താവ് പറയുകയായിരുന്നു. ദൈവത്തിന് ഇസ്രയേലിനെ കുറിച്ചുള്ള ആദ്യത്തെ പരിപാടി അവരെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കേണ്ടതിനായിരുന്നു. അവരെ സ്ഥാനത്ത് നിന്ന് പരാജയപ്പെട്ടതുകൊണ്ടാണ് അവരിൽ നിന്നൊരു ഗോത്രത്തെ മാത്രം തിരഞ്ഞെടുക്കുകയും പുതിയ നിയമത്തിൽ വരുന്ന ദൈവമക്കളാകുന്ന നമുക്ക് ആ രാജകീയ പുരോഹിത വർഗം എന്ന പദവി നൽകുകയും ചെയ്തത്. ആ രാജകീയ പുരോഹിത വർഗമാകേണ്ടതിന്, പുരോഹിത രാജ്യത്വമായി നിങ്ങൾ നിൽക്കേണ്ടതിന് എൻ്റെ മുമ്പിൽ എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണ് ലേവ്യ പുസ്തകം. വിശുദ്ധനായ ദൈവത്തെ സേവിച്ചു പോകേണ്ടതിന് വ്യക്തികളുടെ ജീവിതത്തിലും സമൂഹത്തിൻ്റെ വ്യക്തിത്വത്തിലും ജീവിതത്തിലും ഒക്കെ വേണ്ടതായ ആ ദൈവിക നിഴലുകളായി അവർ പോകേണ്ടതിന് ആവശ്യമുള്ള പ്രമാണങ്ങളാണ് ഇവിടെ തരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ലേവ്യ പുസ്തകം കേവലം ഒരു നിഴലാണ്. പ്രായോഗികമായി നാം അതിൻ്റെ പ്രായോഗികതയിലേക്ക് പ്രവേശിച്ചതിനാൽ ഈ നിഴലിനെ കണ്ട് പൊരുളിനെ മനസ്സിലാക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. പൊരുളായി ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നിഴലിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ പൊരുളായി ജീവിച്ചോളാമെന്ന് പറഞ്ഞതിലധികം പേരും അങ്ങനെ ജീവിച്ച് കാണുന്നില്ല. അതുകൊണ്ട് ഈ നിഴലുകളിൽ നിന്ന് പഠിക്കേണ്ടത് നമുക്കൊന്ന് പഠിക്കാം. പുരോഹിത രാജ്യത്വം, പൗരോഹിത്യ വിളി, ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ മോശയാണ്. ഇതിനകത്തു നിന്ന് ധാരാളം എവിഡൻസസ് കാണാനുണ്ട്. 56 പ്രാവശ്യം യഹോവ മോശയോട് അരുളി ചെയ്തുവെന്ന് 27 അധ്യായങ്ങളിലായി കാണാം. 56 പ്രാവശ്യം
യഹോവ മോശയോട് കൽപ്പിച്ചു എന്ന് അതിനകത്ത് തന്നെ ഇൻറ്റേർണൽ എവിഡൻസ് കാണാം. മോശയാണ് എഴുത്തുകാരൻ. എക്സ്റ്റേണൽ എവിഡൻസായി ഒന്ന് ഇതിൻ്റെ എഴുത്തിൻ്റെ ശൈലിയും മറ്റും മോശയുടെ എഴുത്തിൻ്റെ ശൈലിയാണ്. മാത്രമല്ല മോശയുടെ കോഡിനോട് ബന്ധപ്പെട്ട അനേക കോഡുകൾ, അനേക നിയമസംഹിതകൾ അന്ന് വെളിയിലുണ്ടായിരുന്നു. ആ നിയമസംഹിതകൾ മോശയിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് പറഞ്ഞ് അക്കാലത്ത് തർക്കമുണ്ടായിരുന്നു. ഇല്ല, മോശ കോപ്പി അടിച്ചതാണെന്ന് പറഞ്ഞ് വേറൊരു തർക്കമുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. ആരംഭത്തിങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു, ആരംഭ പുസ്തകങ്ങൾ എഴുതിയത് മുഴുവനും ഹാനോക്കാണ്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കാണ് ദൈവത്തിങ്കിൽ നിന്നും അക്ഷരമാല വാങ്ങുന്നതും ജനത്തെ അക്ഷരമാല പഠിപ്പിക്കുന്നതും എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ മോശ ആ ഹാനോക്ക് പലതും എഴുതി വെച്ചു. അന്നത്തെ കുറിപ്പുകൾ മോശ ഒരുമിച്ചെടുക്കുകയും അത് മുതൽ അനേകരെഴുതിയ കുറിപ്പുകൾ മോശ ഒരുമിച്ച് ചേർക്കുകയും താൻ തന്നെ ശക്തിയേറിയ പ്രവാചകനും മിസ്രയീമിലെ സകല വിദ്യയിലും നിപുണനുമായിരുന്നതിനാൽ കൊള്ളാവുന്ന ഭാഷാശൈലിയിൽ, വാചകശൈലിയിൽ, ദൈവികമായ വാചകങ്ങളിൽ അത് എഴുതി സൂക്ഷിക്കുകയും ചെയ്തതാണ് ഇത്. മോശ യഹോവ കൽപ്പിച്ചത് എഴുതി വെച്ചു എന്ന് അപ്പസ്തോലന്മാരും യേശുവും പുതിയ നിയമസഭയിൽ എടുത്തു പറയുന്നതും ഇൻറ്റേർണൽ എവിഡൻസായി കാണുവാൻ കഴിയും. എന്നായിരിക്കും മോശയുടെ ഈ പുസ്തകം എഴുതിയത്, ലേവ്യ പുസ്തകം എഴുതിയത് BC 1440 ചേർന്നായിരിക്കും ഇത് എഴുതിയത് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. BC 1405 മോശ ഇത് ക്രമപ്പെടുത്തുന്നത്. മോശയുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആരംഭം മുതലുള്ള ചരിത്രങ്ങൾ മോശ കുറിച്ചു വയ്ക്കുകയും തൻ്റെ കുറിപ്പുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒടുവിൽ തൻ്റെ അന്തിമയാത്രയാക പിസ്ഗായുടെ കുടിമുടിയിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നമേ സമഭൂമിയിൽ തനായിരുന്നപ്പോൾ അതിനെ ക്രോഡീകരിച്ച് എഡിറ്റ് ചെയ്ത് പുറപ്പാട് പുസ്തകമാക്കുകയും ചെയ്തുവെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ലേവ്യ പുസ്തകവും താനെ കുറിച്ചു വെച്ചിരിക്കുന്നത്. ഈവൻ സംഖ്യാപുസ്തകം വരുമ്പോഴും നമ്മൾ അത് തന്നെ കാണാം. ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിലാണ് ഇവ എഴുതിയത്. പുറപ്പാട് പുസ്തകം 40 അധ്യായത്തിൻ്റെ 17 വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 40 അധ്യായം 17 വാക്യം. ഇങ്ങനെ 2-ാം സംവത്സരം 1-ാം മാസം 1-ാം തീയതി തിരുനിവാസം നിവർത്തു. തിരുനിവാസം നിവർക്കുന്നത് 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതിയാണ്. ദൈവം മിസ്രയീമിൽ നിന്ന് ജനത്തെ വിളിച്ചിറക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആദ്യ മാസമായിരിക്കണമെന്ന് പറഞ്ഞ് അവരുടെ അവരുടെ കാലക്കണക്ക് വരെ ചേഞ്ച് ചെയ്തു. മിസ്രയീമിൻ്റെ അടിമത്വത്തെ അല്ല നിങ്ങൾ ഇനി ഓർക്കേണ്ടത്, എൻ്റെ വിടുതലിനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങിത്തിരിക്കുന്ന മാസത്തെ 1-ാം മാസമാക്കി ആബീബ് മാസം എന്ന് വിളിച്ചു. കൃത്യം 12 മാസങ്ങൾ കഴിഞ്ഞു. 2-ാം വർഷം 1-ാം മാസമായപ്പോഴത്തേക്കും മോശ സീനായിൽ നിന്ന് ഇറങ്ങി. സമാഗമന കൂടാരം ദൈവം പറഞ്ഞ അളവുകളിലും ക്രമത്തിലും പണിതു. 2-ാം വർഷം 2-ാം മാസം 1-ാം തീയതി മുതൽ ഉള്ള പ്രധാന കാര്യങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ കുറിച്ചു വച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിലായിരിക്കണം അതിൻ്റെ എഴുത്ത് തുടങ്ങുന്നത്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 1-2 വാക്യം ദയവായി വായിക്കാമോ? ലേവ്യ പുസ്തകം 25-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബ്ബത്ത് ആചരിക്കണം. അവിടെ വെച്ച് പ്രമാണം തുടങ്ങുകയാണ്. മോശെ എഴുത്, സീനായി പർവ്വതത്തിൽ വെച്ച് ഞാൻ നിനക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിന്നെ കനാനിൽ കൊണ്ടുവന്നാൽ അവിടെ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണമെന്ന് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞ് നിയമങ്ങൾ തന്ന ശേഷം മാത്രമേ കനാനിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. കനാനിലേക്ക് കയറുന്നതിന് മുന്നമേ വിശുദ്ധിയുടെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ പ്രമാണങ്ങളും അവരെ പഠിപ്പിക്കേണ്ടതിനു വേണ്ടി ദൈവം കൊടുത്ത ദൈവപ്രമാണങ്ങളാണ് ലേവ്യ പുസ്തകമെന്ന് നമ്മൾ പറഞ്ഞു. ലേവ്യർ 26:46 കൂടെ ദയവായിട്ട് ഇതിനോട് ചേർന്ന് വായിക്കാമോ? ലേവ്യർ 26:46. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് തനിക്കും ഇസ്രായേൽ മക്കൾക്കും തമ്മിൽ മോശ മുഖാന്തരം വെച്ചിട്ടുള്ള ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ഇവ തന്നെ. ഇതിനകത്തെ കണ്ടന്റ് ദൈവം വെച്ചിട്ടുള്ള വിധികളും ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ തെളിവാണ് ഈ വാക്യത്തിൽ നിന്ന് എടുത്തു വായിച്ചത്. മിസ്രയീമിൽ നിന്ന് ഇവിടം വരെ എത്തുവാൻ 1 വർഷമെടുത്തു. ദൈവം മിസ്രയീമിൽ നിന്ന് വിടുവിക്കുമ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് ദൈവത്തിന് ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കുവാൻ കഴിഞ്ഞു. ഒറ്റ രാത്രി. 9 അടയാളങ്ങൾ, ബാധകൾ,
ദൈവം അയച്ചു. 9 ബാധയിലും ദൈവജനത്തെ പരിപാലിച്ചു. ആ 9 ബാധകളും അവർക്ക് ദോഷമായി വന്നില്ല. കൊറോണയുടെ ഈ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ദൈവജനം പിന്നെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടതും വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടതുമായ ഒരു വലിയ പ്രമാണമാണിത്. മിസ്രയീമ്യർക്ക് വരുന്ന ബാധകളിൽ ഒന്നും ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ് എന്നുള്ള കൽപ്പനയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. പുതിയ നിയമ വിശ്വാസിയെ ഇന്ന് നമുക്കും അത് ബാധകമാണ്. വെളിയിൽ വന്നാൽ നാം സൗഖ്യത്തോടെ ജീവിക്കും, നാം ദൈവകൃപയോടെ ജീവിക്കും, നാം ദൈവിക ആരോഗ്യത്തോടെ ജീവിക്കും. പക്ഷേ ദൈവിക വ്യവസ്ഥയിൽ ജീവിച്ചേ മതിയാകും. 9 ബാധകൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും ദൈവം പല കാര്യങ്ങൾ മിസ്രയീമിൽ ചെയ്തു. മിസ്രയീമിൽ ചെയ്ത അനേക കാര്യങ്ങളിൽ കൊണ്ട് മിസ്രയീമ്യർ ദൈവം ആരെന്ന് ഏറെക്കുറെ പഠിച്ചു. 10ാമത് ഒരു ബാധ കൂടെ ഞാൻ അവരുടെ മേൽ അയക്കാൻ പോകുകയാണ്. മോശയോട് പറഞ്ഞു, മോശെ, ഈ മാസത്തിന് ആബീബ് മാസം എന്ന് പേരിട്. ഇത് നിനക്ക് മാസങ്ങളുടെ 1ാമത്തെ മാസമാകണം. ഇറ ഞാൻ തിരുത്തി. നീ മിസ്രയീമിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ 1-ാം തീയതി മുതൽ നീ എൻ്റെ വീണ്ടെടുപ്പിലാണ്. 10ാമത്തെ തീയതി നീ കുടുംബത്തിന് ഓരോ ആട്ടിൻകുട്ടി വീതം വേർതിരിച്ച്, ഇത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്, ഓരോ ആട്ടിൻകുട്ടി വീതം വേർതിരിച്ച് അതിനെ നിർത്തിക്കൊള്ളണം. 10ാമത്തെ ദിവസം അതിനെ വേർതിരിക്കണം. 14-ാം ദിവസം വൈകിട്ട് അതിനെ അറുത്ത് കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളക്കാൽ 2ന്മേലും കുറുമ്പടിമേലും പുരട്ടുക. 15-ാം തീയതി നിങ്ങൾ പോകയാ. ആ ഒരൊറ്റ രാത്രി കൊണ്ട്, കുഞ്ഞാടറുക്കപ്പെട്ട രാത്രി കൊണ്ട്, മിസ്രയീമിലെ സിംഹാസനത്തിലിരുന്ന ഫറവോൻ്റെ ആദ്യജാതൻ മുതൽ കുടിലിരുന്നവൻ്റെയും കാരാഗ്രഹത്തിൽ കിടന്നവൻ്റെയും ആദ്യജാതന്മാർ വരെ ദേശത്തെ ആദ്യജാത സംഹാരം നടത്തിക്കൊണ്ട് ജനത്തെ പുറത്തെടുക്ക്, ഇവരെ ഇവിടുന്ന് ഓടിച്ചുവിടെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഫറവോനെ ഈ പ്രസ് ചെയ്ത് പുറത്തെടുക്കുവാൻ ഒറ്റ രാത്രി മതിയായിരുന്നു, ഒറ്റ രാത്രി. പക്ഷേ 400 വർഷം മിസ്രയീമിൽ പാർത്ത എബ്രായൻ്റെ അകത്തേക്ക് മിസ്രയീം അടിച്ചു കയറി. അതിനകത്തെ ഒരു കൂട്ടം ആത്മീയരും വിശുദ്ധരും വേർപാടും വിശുദ്ധിയും സൂക്ഷിപ്പാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾ പട്ടത്തിൽ കാണിക്കുന്നത്, ഫറവോനും സൈന്യവും കാണിച്ചത് ഇസ്രായേലിൻ്റെ അകത്തേക്ക് അടിച്ചു കയറി. അവരിൽ കയറിക്കൂടിയ റെസിഡിയലായ ആ മിസ്രയീമ്യ പാരമ്പര്യങ്ങളെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് 40 വർഷം വേണ്ടി വന്നു. 40 വർഷം വേണ്ടി വന്നു. 1 വർഷം കൊണ്ട് ഇത് തീരും എന്ന് ദൈവം കരുതിയാണ് തുടങ്ങിയത്. സത്യത്തിൽ അത് മതിയായിരുന്നു. അന്നു കൊടുക്കുന്ന ദൈവിക ചട്ടങ്ങൾ അവർ പാലിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. മറ്റേതിനെ ഓവർപാസ് ചെയ്യുന്നത് പോലെ മിസ്രയീമ്യ തത്വങ്ങളെ സപ്രസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ തത്വങ്ങളെ ഉയർത്തി കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പര്യാപ്തമായിരുന്നു. അത് ഏറെക്കുറെ 1 വർഷം കൊണ്ട് തീരുമെന്ന് ദൈവം കരുതിയാണ് ഇറക്കിയത്. അതിൻ്റെ ആവശ്യമേ ഉള്ളായിരുന്നു. ദൈവപൈതലേ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കണക്കുകൂട്ടലിന് ഒത്തവണ്ണം ദൈവിക വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. കേവലം 1 വർഷം കൊണ്ട് തീരാമായിരുന്ന, അല്ല 11 ദിവസം കൊണ്ട് തീരാമായിരുന്ന കനാനിലേക്കുള്ള യാത്ര 40 വർഷമായി നീളുവാൻ കാരണമായി എന്ന് മറക്കരുത്. തൻ്റെ 1 വർഷം കഴിഞ്ഞു. 2ാമത്തെ മാസം 1-ാം തീയതി സമാഗമന കൂടാരം മരുഭൂമിയിൽ നിവർത്തി. മരുഭൂമിയിൽ സമാഗമന കൂടാരം നിവർത്തേണ്ടതിനല്ല ദൈവം അവരെ വിടുവിച്ചത്, കനാനിൽ കൊണ്ടുവന്ന് ആലയം പണിയിപ്പിക്കാനായിരുന്നു. 3 ദിവസത്തെ വഴിദൂരം പോയി ദൈവത്തെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവിടെ നിൽക്കുവാനല്ലായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. പുറപ്പാട് പുസ്തകം 40 നമ്മൾ കണ്ടു കഴിഞ്ഞു. അവരെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രമാണങ്ങൾ അവർക്ക് കൊടുത്തത്. 2-ാം മാസം 1-ാം തീയതിയായി BC 1405 ആയിരിക്കും ഈ കാലമെന്ന് ഏറെക്കുറെ കണക്കാക്കപ്പെടുന്നു. BC 1405 ആയിരിക്കും ഈ കാലം എന്ന് ഏറെക്കുറെ കണക്കാക്കപ്പെടുന്നു. ഇനിയും ആകപ്പാടെ 40ഓളം വർഷങ്ങളുടെ ചരിത്രമാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന. കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എഴുതിയത് 1405 ആയിരിക്കാം. ഏറെക്കുറെ 40 വർഷത്തെ കണക്കാണ് ഇതിനകത്ത് പറയുന്നത്. നമ്പേഴ്സ് എന്നീ പുസ്തകത്തിന് പേര് വരുവാൻ കാരണം 2 പ്രാവശ്യം അവരുടെ അംഗസംഖ്യ എടുത്തു. മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തെ അംഗസംഖ്യ എടുത്തു, അവരുടെ നമ്പർ എടുത്തു. 1ാമത്തെ നമ്പരിങ് നടന്നു. 40 വർഷങ്ങൾക്ക് ശേഷം ആ തലമുറയെ മുഴുവനും ദൈവം നശിപ്പിച്ച ശേഷം പുതിയ തലമുറയെ എണ്ണി നോക്കുന്ന 2ാമത്തെ നമ്പരിങ് കാണാം. 2ാമത്തെ നമ്പരിങ്ങിന് ശേഷമാണ് അവരെ കനാനിലേക്ക് കടത്തുന്നത്. കൃപയാൽ മരുഭൂമിയിൽ ജനം പട്ടുപോയെങ്കിലും എണ്ണത്തിൽ ഒന്നും കുറയാതെ പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും ഓർക്കും, ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് എന്നെ വിളിച്ചെടുത്ത് ഞാൻ കണ്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയെ കണ്ടു പോകുന്നു. ഒന്നുമില്ല, ഞാൻ പോകുന്നേ ഉള്ളൂ. ദൈവത്തിന് വേറെ തലമുറയുണ്ട്, ദൈവം വേറെ ആളെ എഴുന്നേൽപ്പിക്കും.
ഞാനിത് ചെയ്തില്ലെങ്കിൽ വേറെ എന്ത് ചെയ്യും? ഒന്നുമില്ല, ദൈവം വേറൊരാളിനെ എഴുന്നേൽപ്പിക്കും. നഷ്ടപ്പെടുന്നത് എനിക്കാ. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മളിങ്ങനെ പഠിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പഠിക്കും. എസ്തേറിൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ, നീ ഇപ്പോൾ മിണ്ടാതിരുന്നാൽ ഇസ്രായേലിന് വേറൊരു ഭാഗത്തു നിന്ന് രക്ഷയും ഉദ്ധാരണം ഉണ്ടാകും, നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഞാൻ മിണ്ടാതെ ഇരുന്നാൽ നശിക്കുന്നത് ഞാനാ. ഇന്ന് പകൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവപൈതലേ, വിളിസ്ഥാനത്ത് വിശ്വസ്തത പാലിച്ചില്ലെങ്കിൽ മരുഭൂമിയിൽ കറങ്ങേണ്ടി വരും എന്നൊരു ഓർമ്മയുണ്ട്. പക്ഷെങ്കിൽ മരുഭൂമിയിൽ കറങ്ങിയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിടെ കൊണ്ട് തീരുകയില്ല. അക്കരെ എത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തമെന്നും ഈ ലേവ്യ പുസ്തകത്തിന് നമ്മോട് പറയുവാനുണ്ട്. ഞാനത് സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ കൂടുതൽ വിശദീകരിച്ചോളാം. ലേവ്യ പുസ്തകത്തിൻ്റെ ആശയത്തിൽ തന്നെ നിൽക്കട്ടെ. ക്രിസ്തുവിനെ ലേവ്യ പുസ്തകം എങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നു? ഒന്ന്, 5 തരം യാഗങ്ങളോട് കണക്ട് ചെയ്ത് ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യമായി ലേവ്യ പുസ്തകത്തിൽ എന്തുണ്ട്? ഒരുപാടെണ്ണം സാദൃശ്യമാണ്. കാരണം ലേവ്യ പുസ്തകം പൗരോഹിത്യ പുസ്തകമാണ്. അതിനകത്ത് യേശു ക്രിസ്തുവിൻ്റെ നിഴലുകളെയാണ് ഒരുപാട് എടുത്തു കാണിക്കുന്നത്. ഒന്ന്, 5 ഇനം യാഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയതാണ്. ഒന്നാമത്തേത് ദഹനയാഗം. നീ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കണം. ദഹനയാഗം യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ അനുസരണത്താൽ തന്നെ ദൈവകോപത്തിൻ്റെ അഗ്നിയിൽ വെന്തെരിയുന്നവനായി തൻ്റെ കർത്താവായ യേശു സമർപ്പിച്ച തൻ്റെ ജീവിത ശൈലിയും തൻ്റെ അനുസരണമുള്ള ജീവിതവും കാണാം. ദഹനയാഗമായി അതിൻ്റെ പൊരുൾ നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലെ ദഹനയാഗത്തിൽ മുഴുവനും യാഗപീഠത്തിൻ്റെ മേൽ ദഹിച്ചു തീരേണം. തൻ്റെ ഒടുവിൽ ക്രൂശ് മരണം വരെ എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ തൻ്റെ ജീവിതത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച യേശുവിൻ്റെ ജീവിതം, തൻ്റെ അനുസരണ ജീവിതം താൻ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നത് ദഹനയാഗത്തിൻ്റെ തെളിവായി കാണാം, ദഹനയാഗത്തിൻ്റെ പൊരുളായി കാണാം. 2, ഭോജനയാഗം. ഭോജനയാഗത്തിന് ഇടിച്ചെടുത്തത് നീ പൊടി എടുക്കണം. അത് നേരിയ മാവായിരിക്കണം. തരിയുള്ളതും വ്യക്തമായി നേരിയതല്ലാത്തതുമായ നേരിയത് ഏറ്റവും മൃദുലമായ മാവായി ഇടിച്ചു പൊടിച്ചതിനെ മാത്രമേ ഭോജനയാഗമായി അർപ്പിക്കുവാൻ പാടുള്ളൂ. ദൈവത്തെ അധികം പ്രസാദിപ്പിക്കേണ്ടതിനുള്ള യാഗമാണ് ഭോജനയാഗം. ലേവ്യ പുസ്തകം ഭോജനയാഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത ജീവിതത്തെ, തരിതരിപ്പില്ലാത്ത, തൻ്റെ വ്യക്തിത്വം ഉയർത്തിക്കാണിക്കാത്ത, താൻ ഏറ്റവും താഴ്മയുള്ളവനായി ദൈവപുത്രനാണെന്ന് ഒരു പ്രാവശ്യം പോലും പരസ്യമായി പറയാതെ അതേസമയം തന്നെ സേവിച്ച് അടുത്ത് നിൽക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് മനസ്സിലാകത്തക്കതുപോലെ വ്യക്തമാക്കി, തൻ്റെ ജീവിത ശൈലിയാൽ വ്യക്തമാക്കി, വിശുദ്ധ ജീവിതത്താൽ വ്യക്തമാക്കി, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വ്യക്തമാക്കി, തൻ്റെ വാചക ഘടനകളാൽ വ്യക്തമാക്കി, അതേസമയം ഞാൻ ദൈവപുത്രനാണെന്നുള്ള അഹങ്കാരം കാണിക്കാതെ നേരിയമാവായി പൊടിഞ്ഞമർന്ന തൻ്റെ ജീവിത ശൈലി, യേശുവിൻ്റെ ജീവിത ശൈലിയെ കുറിക്കുന്നതായിരുന്നു ഭോജനയാഗം. 3, സമാധാനയാഗം. നമുക്ക് പിതാവുമായി ബന്ധമുണ്ടാകേണ്ടതിന് ശത്രുപക്ഷത്തായിരുന്ന നമ്മെ വേർപാടിൻ്റെ നടിച്ചുവരിടിച്ചുകൊണ്ട് ജാതികളെയും യഹൂദനെയും ഒരുമിച്ച് ചേർത്ത് പിതാവിനോടുള്ള ബന്ധത്തിൽ ഉറപ്പിച്ചു തന്ന ആ ഫെലോഷിപ്പ് ഉറപ്പിക്കുന്ന യേശുവിൻ്റെ ജീവിത ശൈലിയെ സമാധാനയാഗം കുറിക്കുന്നു. സമാധാനയാഗം യേശു നമുക്ക് തന്ന ഫെലോഷിപ്പിനെ കുറിക്കുന്നതാണ്. പിതാവുമായി നമ്മെ യോജിപ്പിച്ചത്. താനും പിതാവുമായി എങ്ങനെ ബന്ധമുണ്ടായിരുന്നോ അതുപോലെ നമ്മെ പിതാവിനോട് ബന്ധപ്പെടുത്തേണ്ടതിന്, പിതാവേ ഞാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. ഇവിടെ ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഞാനും അങ്ങും കൂടെ ഒന്നാകുന്നെന്ന് പറഞ്ഞത് വ്യക്തിത്വങ്ങൾ രണ്ടും കൂടെ ഇഴുകിച്ചേർന്ന് ഒന്നിനകത്ത് വേറൊന്ന് ലയിച്ചു എന്നല്ല. നോ, നമ്മുടെ വ്യക്തിത്വങ്ങൾ വേറിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ അവരും തമ്മിൽ ഒന്നാകേണ്ടതിന്, ആശയത്തിൽ, തത്വത്തിൽ, ജീവിതശൈലിയിൽ ഒന്നാകണം. അവരുടെ വ്യക്തിത്വം നമ്മിലേക്ക് ചേർന്ന് എല്ലാം കൂടി ഒരു ദൈവമായി മാറുമെന്നൊന്നുമല്ല. പകരം അവരും നമ്മെപ്പോലെ ഏകാത്മാവിൻ്റെ ബന്ധത്തിൽ ഞാനും അങ്ങും കൽപ്പിക്കുന്നത് പോലെ അവർ ജീവിച്ചു പോകുവാൻ, ഞാൻ അനുസരണമുള്ളവനായി ജീവിച്ചതുപോലെ അവരും അനുസരണമുള്ളവരായി ജീവിപ്പാൻ ഒന്നാക്കി മാറ്റുന്ന സമാധാനയാഗത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 4, പാപയാഗം. നമ്മുടെ പാപം തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് നമുക്ക് പകരം യാഗമായി മാറിയ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണ് പാപയാഗമെന്ന് പറയുന്നത്. 5-ാമത്തേത് അകൃത്യയാഗം. നമ്മുടെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമായി യേശു കാൽവറിയിൽ പ്രായശ്ചിത്ത ബലിയായി മാറിയത്.
പഴയ നിയമത്തിൽ 5 ഇനം യാഗങ്ങളാണുള്ളത്. 5 യാഗങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും യാഗവും മറ്റുമായി ചിത്രീകരിക്കുവാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ നിഴലുകളായി 5 യാഗങ്ങളെ കാണുവാൻ കഴിയും. 2, മഹാപുരോഹിതൻ. ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാതാ, ഏറ്റവും വലിയ ഉപമകളിൽ ഒന്നാതാ, ഏറ്റവും പ്രധാനമായ ക്രിസ്തുവിൻ്റെ നിഴലാണത് പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ. പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടതിന്, ജനത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കേണ്ടതിന്, ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം വരുത്തേണ്ടതിന്, ജനത്തിനു വേണ്ടി നിയമിക്കപ്പെട്ടതുപോലെ പുതിയ നിയമത്തിൻ്റെ മഹാപുരോഹിതനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. യേശുവിൻ്റെ നിഴലായിരുന്നു പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ. പഴയ നിയമത്തിൻ്റെ കഴിഞ്ഞ മഹാപുരോഹിതന് ദൈവിക തത്വങ്ങൾ പാലിപ്പാൻ കഴിയാതെ പ്രമാണങ്ങൾ തെറ്റിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പൂർണ്ണഹിതം നിവർത്തിക്കുകയും നിവർത്തിയായി എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതന് സമ്പൂർണ്ണത വരുത്തുവാൻ കഴിഞ്ഞില്ല. ലേവി പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നിരുന്നെങ്കിൽ അഹരോൻ്റെ ക്രമപ്രകാരമെന്ന് പറയാതെ വണ്ണം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ പൗരോഹിത്യം തുടങ്ങേണ്ടതിന് ആവശ്യമില്ലായിരുന്നു. എന്നാൽ ലേവി പൗരോഹിത്യത്താൽ സമ്പൂർണ്ണത വന്നില്ല. എന്നാൽ യേശു ആകട്ടെ നിവർത്തിയായി സമ്പൂർണ്ണമായി നിവർത്തിച്ചിരിക്കുന്നു എന്ന് കാൽവറിയിൽ വിളിച്ചു പറഞ്ഞ സംഭവം കാണുവാൻ കഴിയും. അതെ, സമ്പൂർണ്ണത വരുത്തുവാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞു. അത് തൻ്റെ പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകതയാണ്. ആകാശമെന്ന തിരശ്ശീല ചീന്തി നമുക്ക് വേണ്ടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. എബ്രായ ലേഖനത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ എബ്രായ ക്രിസ്ത്യാനികളായി വന്നവർ അഥവാ യഹൂദമതത്തിൽ നിന്നും ക്രൈസ്തവ മതം സ്വീകരിച്ചു വന്നവരായ ജനം ഒടുവിൽ അവരുടെ പിന്മാറ്റത്തിൻ്റെ വക്കത്തെത്തി തിരിച്ചുപോയാൽ എന്താണെന്ന് ചിന്തിക്കുന്ന കാലം അവരെ പറഞ്ഞുറപ്പിക്കേണ്ടതിന് വേണ്ടി വിശുദ്ധ പൗലോസ് യേശുവിനെ അവർക്ക് വിശദീകരിക്കുമ്പോൾ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതന്മാർ നടത്തി വന്ന ആ മഹാപാപ പരിഹാര ബലി, ഞാൻ അവിടെ എപ്പോഴാണ് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ആ മഹാപാപ പരിഹാര ബലി യേശുവാണ് നിർവഹിച്ചത് എന്ന് പറഞ്ഞ് യേശുവിനെ മഹാപുരോഹിതനാക്കി വെക്കുകയും നമുക്ക് ആ യാഗപീഠത്തോട് ബന്ധമുണ്ട്, നാം അതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയുകയും ചെയ്യുന്നു. ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മഹാപുരോഹിതനാണ്. 3, പഴയ നിയമത്തിലെ 7 പെരുന്നാളുകൾ ക്രിസ്തുവിൻ്റെ 7 അനുഭവങ്ങളെ ചിത്രീകരിക്കുന്നു. പഴയ നിയമത്തിലെ 7 പെരുന്നാളുകൾ ഞാനത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ചർച്ചിനകത്ത് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അനവധി പ്രാവശ്യം ഞാനത് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് പെസഹ പെരുന്നാളായിരുന്നു. അതേ, നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. 7 പെരുന്നാളുകൾ യേശു ക്രിസ്തുവിൻ്റെ 7 അനുഭവങ്ങളെ എടുത്തു കാണിക്കുന്നതും പഴയ നിയമത്തിൻ്റെ 7 പെരുന്നാളുകൾ യേശുവിൻ്റെ നിഴലുകളുമാണ്. അടുത്തത് നമ്മൾ ചിന്തിച്ചു വരുന്ന ആ ശൈലിയിൽ കീവേഡ്, ഇതിനകത്തെ താക്കോൽ വാക്യം എന്താണ്? താക്കോൽ ആശയം രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനമില്ല എന്നതാണ് താക്കോൽ ആശയം. രക്തച്ചൊരിച്ചിലില്ലാതെ വിമോചനം ഇല്ല. വിമോചനം വേണമെങ്കിൽ രക്തം വേണം. മാംസത്തിൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. ആ രക്തം കൊണ്ടാണ് അറ്റോൺമെൻറ്റ് നടക്കേണ്ടത്. ആ രക്തം നിനക്ക് തന്നിരിക്കുന്നത് യാഗപീഠത്തിൻ്റെ മേൽ ബലിയായി അർപ്പിക്കേണ്ടതിനാണ്. അതുകൊണ്ട് നിൻ്റെ പാപമോചനം നടക്കും. അങ്ങനെ പാപങ്ങൾ മോചിക്കുവാൻ രക്തമാണ് ആവശ്യം എന്ന് ആണ് പ്രധാന ആശയം. താക്കോൽ വാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ദയവായി വായിക്കാമോ? മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ, 17-11. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാചകങ്ങളാ. പഴയ നിയമ മഹാപുരോഹിതൻ്റെയും പഴയ നിയമ പുരോഹിതന്മാരുടെയും പഴയ നിയമ ജനത്തിൻ്റെയും കാഴ്ചപ്പാടിൽ ഓരോ ആട്ടുകൊറ്റന്മാരെ അറുത്തു കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന രക്തത്തെക്കുറിച്ച് മാത്രം കാണാം. കർത്താവ് പറഞ്ഞു, ഞാൻ ആ രക്തം നിങ്ങൾക്ക് തന്നിരിക്കയാ. എന്തിന്? നിങ്ങൾക്ക് യാഗപീഠത്തിൻ്റെ മേൽ അർപ്പിക്കേണ്ടതിന്. മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാണുള്ളത്. അത് നിങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി അർപ്പിക്കേണ്ടതിന് ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത്രയും മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. കാലത്തിൻ്റെ ദൈവവിങ്കൽ തൻ്റെ പുത്രനെ കന്യകാജാതനായി പിതാവ് ഭൂമിക്ക് തരുമ്പോൾ തന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വന്തം ജീവനെ സ്നേഹിതന്മാർക്ക് വേണ്ടി തരുന്നതിലുപരിയായ മറ്റൊരു സ്നേഹമില്ല. അവിടെ യേശു പറഞ്ഞു, എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. യാഗപീഠത്തിൻ്റെ മേൽ ദഹിക്കേണ്ടതിന് മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലാകയാൽ എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്.
തൻ്റെ ചങ്കിലെ ചോരയും തൻ്റെ ശരീരത്തിലെ രക്തവും നമുക്ക് വേണ്ടി ഊറ്റി, മാംസത്തിലെ മുഴു രക്തവും എനിക്ക് വേണ്ടി ഊറ്റിത്തന്ന, നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശുവിൻ്റെ വാഗ്ദത്തം പഴയ നിയമം മുതലുണ്ട്. ഇന്നും നമുക്ക് വേണ്ടി ആ വാഗ്ദത്തമുണ്ട്. ഇതുവരെയും തങ്ങളുടെ ജീവിതത്തിൽ പാപക്ഷമ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഈ രക്തത്തിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ച് ഞാനെന്ന് പറയട്ടെ. നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട ഒരു രക്തമുണ്ട്. ആ രക്തത്തിൽ നമുക്ക് വിടുതലുണ്ട്, പാപമോചനമുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഓർപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആ രക്തത്തിന് ചില പ്രത്യേകതകളുള്ളതാണ്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം കൊണ്ട് പാപവിമോചനം വരുത്തുവാൻ, ശാപവിമോചനം വരുത്തുവാൻ പഴയ നിയമജനം കാത്തിരുന്നെങ്കിൽ പാപമില്ലാത്ത രക്തം യേശുവിന് മാത്രമായിരുന്നു. ഞാൻ സാധാരണ പറയാറുള്ള ഒന്ന്, നമ്മുടെ രക്തം പരിശോധിക്കുന്ന പല ഇനം ലബോറട്ടറികൾ, നമ്മുടെ ക്ലിനിക്കൽ ലബോറട്ടറികൾ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. എനിക്കൊരു ചെറിയ രോഗമാണ്, ഒരു പനിയാണ് വന്നത്, അല്ലെങ്കിൽ എൻ്റെ ബ്ലഡിൻ്റെ ലെവൽ എന്തോ ഉണ്ട്, ഹീമോഗ്ലോബിൻ എന്തുണ്ട് എന്നൊരു ഡോക്ടർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റ് കുറിച്ച് തന്നേച്ചു പറയും. ഏതെങ്കിലും ഒരു ലാബിൽ പോയി വേണ്ടി ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറയും. കാര്യം എല്ലാ ലാബിലും ആ ടെസ്റ്റ് എടുക്കാം. പക്ഷെ എനിക്ക് ചില ബ്ലഡ് ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് കുറിച്ചേച്ച് പറഞ്ഞു, ഇത് എല്ലാ ലാബിലും എടുക്കത്തില്ല. ബാംഗ്ലൂരിൽ ഇന്ന ലാബുകളിൽ ഈ ടെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ ലാബ് ഈ ടെസ്റ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ഈ ലാബിൽ ഇതില്ല. ഞാൻ ചെന്ന് ചില ലാബുകളിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഈ ടെസ്റ്റ് ഇവിടെ എടുക്കത്തില്ല, ഇതറിയാവുന്ന ടെക്നീഷ്യൻ ഇവിടെ ഇല്ല, ഇതിനാവശ്യമുള്ള എക്യുപ്മെൻ്റ് ഇവിടെ ഇല്ല, ഈ ടെസ്റ്റ് എടുക്കണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം. എനിക്ക് ക്യാൻസർ രോഗം വന്നത് ഓർമ്മയുണ്ട്. ക്യാൻസർ രോഗം വന്നു, എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ചില കാര്യങ്ങൾ ഞാനത് വിശദീകരിക്കാനല്ല, എനിക്ക് മെഡിക്കൽ ടെർമിനോളജി അധികം അറിഞ്ഞുകൂടാ, എന്നാൽ ഇന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്നെ ക്യാൻസറിന് ട്രീറ്റ് ചെയ്ത് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിന് ഒരു പ്രത്യേക ടെസ്റ്റ് എടുത്തേ മതി, ഫിഷ് ടു ടെസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫിഷ് ടു ടെസ്റ്റ് ഇവിടുത്തെ ലാബിൽ എടുക്കാൻ നിവൃത്തിയില്ല, അതിന് ബോംബെക്ക് അയച്ചു കൊടുത്തേ പറ്റുള്ളൂ. ചെറിയ ലാബിൽ ഏതെങ്കിലും ഒരു ലാബിലോട്ട് കയറിയാൽ HB ഒക്കെ അളന്നുകൊണ്ട് വരാം. ഒരല്പം കൂടെ കട്ടിയായ ടെസ്റ്റ് ആണെങ്കിൽ എല്ലാ ലാബിലും ഇല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ചില ലാബിലേ ഉള്ളൂ. ഫിഷ് ടു ടെസ്റ്റ് എടുക്കണമെങ്കിൽ ബാംഗ്ലൂരിൽ അദ്ദേഹം സമ്മതിച്ചില്ല, ബോംബെയിൽ അയച്ചേ മതിയാകെയുള്ളൂ. പല ടെസ്റ്റുകൾ എല്ലാ ലാബിലും പറ്റത്തില്ല. എന്നാൽ മനുഷ്യരക്തത്തിൽ പാപമുണ്ടോ എന്ന് നോക്കേണ്ടതിന് ഭൂമിയിൽ ഒരൊറ്റ ലാബിൽ പോലും അതിൻ്റെ ക്രമീകരണമില്ല. കൊറോണ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതിന് ചില പ്രത്യേക ആവശ്യങ്ങളിൽ ചിലർക്ക് യാത്ര ചെയ്യേണ്ടത് ആവശ്യമായി വന്നതിനാൽ അങ്ങനെ കൊറോണ ഇല്ല എന്നൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിലയിടത്ത് ചോദിച്ചു, നിങ്ങൾ കൊറോണ വൈറസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞില്ല, ഇവിടെ അതിനുള്ള അനുവാദം പോലുമില്ല, ഈ ലാബിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള അനുവാദം പോലുമില്ല. ഭൂമിയിലെ ഒരു ലാബിൽ പോലും ടെസ്റ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു സ്പെഷ്യൽ ടെസ്റ്റ് ദൈവത്തിനുണ്ട്, പാപത്തിൻ്റെ അളവ് കണ്ടുപിടിക്കുവാൻ. ഭൂമിയിലുള്ള ഒരു ലാബിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത, രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പാപത്തിൻ്റെ അളവിനെ അറിയുവാൻ സ്വർഗീയ ലബോറട്ടറിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സ്വർഗത്തിലെ ലബോറട്ടറി വിളിച്ചു പറഞ്ഞു, പാപമില്ലാത്ത ഒരു രക്തമുണ്ട്, അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമാണ്. ആ രക്തം കൊണ്ട് മാത്രമേ പാപിയായ മനുഷ്യൻ്റെ പാപത്തെ പരിഹരിപ്പാൻ കഴിയൂ. ആകയാൽ തൻ്റെ രക്തം നമുക്ക് വേണ്ടി അർപ്പിച്ചു തരും എന്ന ആശയമാണ് നമ്മളവിടെ കണ്ടത്. 17:11 ദയവായി ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ട്. ഇത് ലേവ്യ പുസ്തകം പഠിക്കാനല്ല, ഈ ഒരു പ്രത്യേക ആശയം നമുക്കൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ രക്തം ഞാൻ നിങ്ങൾക്ക് തരികയാ. ദയവായി 17:11 വായിച്ചിട്ട്. ലേവ്യർ 17:11. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ രക്തം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. താക്കോൽ വാക്യമാ, ലേവ്യ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യങ്ങളിൽ ഒന്ന്. ഇനിയും 20-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ വീണ്ടും താക്കോൽ വാക്യങ്ങളാണ്. 20-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ലേവ്യ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യങ്ങളാണ്. ആകയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. 2-ാമത്തെ ചാപ്റ്റർ ഇതാണ്, 2-ാമത്തെ താക്കോൽ വാക്യം ഇതാണ്, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുക. എൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു, എൻ്റെ രക്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. നിങ്ങൾ
നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കുക. തിരുവചനം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. കൃപയാൽ നമ്മെ ശുദ്ധീകരിച്ചു, കൃപയാൽ നമ്മെ വീണ്ടെടുത്തു. പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചേ മതിയാകൂ. എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യുവാനുള്ളത് ചെയ്തു, പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യുവാനുള്ളത് നിങ്ങൾ ചെയ്തേ മതിയാകൂ. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, അങ്ങനെ നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുക എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇതിൻ്റെ താക്കോൽ അധ്യായം ഭയങ്കര പവർഫുള്ളാണ്. 16-ാം അധ്യായമാണ് താക്കോൽ അധ്യായം. ഇവിടെയാണ് മഹാപാപ പരിഹാര ബലിയെക്കുറിച്ച് കാണുന്നത്. മുമ്പേ ഞാൻ പറഞ്ഞു, വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ മഹാപാപ പരിഹാര ബലിയെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. പിന്നത്തേതിൽ ഞാൻ അവിടെ വന്നോളാം എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. 16-ാമത്തെ അധ്യായമാണ് മഹാപാപ പരിഹാര ബലിയെക്കുറിച്ച് എടുത്തു പറയുന്നതായ അധ്യായം. ഞാനത് അല്പം വിശദീകരിക്കാതെ നിവർത്തിയില്ല. ഇസ്രയേലിന് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതന് കയറി ചെല്ലുവാൻ അനുവാദമുള്ള ഒരു സ്ഥലമുണ്ട്. അതിപരിശുദ്ധ സ്ഥലം എന്നതിനെ വിളിക്കും. പഴയ നിയമ ദേവാലയത്തിൽ 3 ഭാഗങ്ങൾ പ്രധാനമായുമുണ്ട്: പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പിന്നത്തേതിൽ ശലോമോൻ ആലയം പണിയുമ്പോൾ പ്രാകാരത്തെ തന്നെ 2ആയി തിരിച്ചു. പുറത്തെ പ്രാകാരമെന്നും അകത്തെ പ്രാകാരമെന്നും 2ആയി വിധിച്ചു. യഹൂദനായി ജനിച്ച് യഹൂദനായി ജീവിച്ച് യഹൂദൻ്റെ എല്ലാ തത്വങ്ങളും ആചരിച്ചവർക്ക് അകത്തെ പ്രാകാരത്തിലേക്ക് കയറാം. പുറത്തെ പ്രാകാരം വെളിയിൽ നിന്നും യഹൂദമതം അംഗീകരിച്ചു വരുന്നവർക്കുള്ളതാണ്, അകലെ നിന്നും വരുന്നവർക്കുള്ളതാണ്, ജാതികളിൽ നിന്നും ചേർന്ന് വരുന്നവർക്കുള്ളതാണ്. അവർക്ക് വേണ്ടി പുറത്തെ പ്രാകാരം വെച്ചു. എൻ്റെ കർത്താവായ യേശുവിൻ്റെ തിരുസഭയിൽ ഇതൊന്നുമില്ല. തൻ തിരശ്ശീല ചിന്തിക്കൊണ്ട് അകത്തേക്ക് വന്നവനാ. യേശു ഒരിക്കൽ പറയുന്നൊരു പദമുണ്ട്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴി എന്നവർ വിളിച്ചിരുന്നത് ദേവാലയത്തിൻ്റെ ഏറ്റവും വെളിയിലായി കിടക്കുന്ന ആ തിരശ്ശീലയാണ്. സത്യമെന്നവർ വിളിച്ചിരുന്നത് വിശുദ്ധ സ്ഥലത്തെയും പ്രാകാരത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്നതാണ്. ജീവൻ എന്നവർ വിളിച്ചിരുന്നത് വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്നതായ ആ തിരശ്ശീലയാണ്. 3 തിരശ്ശീലകളുടെ പേരാണ് വഴി, സത്യം, ജീവൻ. യേശു പറഞ്ഞു, ഞാനാണ് ഇത് 3. യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് താൻ തൻ്റെ ദേഹമാകുന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട്, ആകാശമെന്ന തിരശ്ശീല ചീന്തിക്കൊണ്ട് സ്വർഗോന്നതങ്ങളിലേക്ക് കയറുമ്പോൾ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ദേവാലയത്തിലെ മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴോളം കീറിക്കളഞ്ഞു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കീറപ്പെട്ടത് 3 തിരശ്ശീലകൾ ഒരുമിച്ചാണ്. ഞാൻ തന്നെ വഴിയും, ഞാൻ തന്നെ സത്യവും, ഞാൻ തന്നെ ജീവനുമാണ്. ആകയാൽ പുറത്തെ പ്രാകാരത്തിൽ കിടക്കുന്ന എനിക്കും അകത്തെ പ്രാകാരത്തിൽ കിടന്ന യഹൂദനും, തന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് യഹൂദ പുരോഹിതനും ഒരുപോലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പിതാവിങ്കിലേക്കുള്ള വഴി തുറന്നുകൊണ്ട് നമുക്ക് വേണ്ടി പുതുവഴി തുറന്നു. പക്ഷേ മറക്കരുത്, അതിപരിശുദ്ധ സ്ഥലമെന്നുണ്ട്. അതിനകത്തേക്ക് മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ മാത്രം പ്രവേശിക്കുവാൻ അർഹതയുണ്ടായിരുന്ന ദിവസമാണ് മഹാപാപ പരിഹാര ബലിയുടെ ദിവസം. ഒരു മുഴുവിശദീകരണത്തിൽ പോകാൻ ഒക്കത്തില്ല. അന്ന് 1 വർഷത്തേക്കുള്ള ദൈവിക പാപക്ഷമ പ്രാപിക്കേണ്ടതിനായി മഹാപുരോഹിതൻ ആട്ടുകൊറ്റന്മാരുടെ, പശുക്കിടാക്കളുടെ രക്തം കൊണ്ടുവന്ന് ആണ്ട് മുഴുവനും നടത്തിയ യാഗകർമ്മങ്ങളുടെ പരിഹാരം അന്തിമമായി അവയെ എല്ലാം ഒന്ന് സംഹരിച്ചുകൊണ്ട് അവസാനം വർഷത്തിൽ 1 പ്രാവശ്യം നടക്കുന്ന പാപ പരിഹാര ബലിയുണ്ട്. ആ ബലി നടത്തുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്താണ് ജനത്തിൻ്റെ മുഴുവൻ പാപവും, 1 വർഷത്തേക്കുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി മഹാപുരോഹിതനാകുന്ന ക്രിസ്തു മഹാപാപ പരിഹാര ബലി നടത്തിയെന്ന് ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇനിയും ഇതിനെക്കുറിച്ച് പൊതുവെ പറഞ്ഞാൽ, ഈ ലേവ്യ പുസ്തകത്തിൻ്റെ ആശയം അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച ജനം. ഞാൻ താക്കോൽ വാക്യവും താക്കോൽ അധ്യായവും എല്ലാം എടുത്തു. അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ജനം എവിടെയെങ്കിലും പോയി ജീവിച്ചോളാൻ പറഞ്ഞ് അടിമച്ചങ്ങല തുറന്നവരെ ഓടിച്ചു വിടുകയായിരുന്നില്ല കർത്താവിൻ്റെ പ്രമാണം. പകരം അവരെ കൂടെ തന്നോടുകൂടെ ചേർത്ത് തൻ്റെ നിത്യപ്രമാണത്തിൽ കൊണ്ട് എത്തിക്കുകയായിരുന്നു. ആ നിത്യപ്രമാണത്തിൻ്റെ നിഴലാണ് ലേവ്യ പുസ്തകം. അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം. അത് കണ്ട വഴിയെ പോകാൻ വേണ്ടിയല്ല, മരുഭൂമിയിൽ അലഞ്ഞു നടക്കാൻ വേണ്ടിയല്ല, പകരം സേവനത്തിന് വേണ്ടി അവരെ തയ്യാറാക്കേണ്ടതിനായിരുന്നു. സേവനത്തിന് വേണ്ടി അവരെ തയ്യാറാക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. ഇന്ത്യയിൽ കൊച്ചുകുട്ടികളെ
ജോലി ചെയ്യിക്കുന്നതിൽ നിന്ന്, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിൽ നിന്ന് ആ കുട്ടികളെ സ്വതന്ത്രമാക്കാറുണ്ട്. ഞാനൊരല്പം കൂടെ മോശമായതെന്ന് തോന്നുന്ന ഒരു ഉദാഹരണം ഒന്ന് പറഞ്ഞോട്ടെ, എന്നോട് ക്ഷമിക്കണം. ചെറുപ്പത്തിലെ പിടിപെട്ട് വേശ്യാലയങ്ങളിലേക്ക് വിറ്റിരുന്ന, അല്ലെങ്കിൽ വേശ്യാവൃത്തിയിൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. അവരെ അപ്രകാരമുള്ള നശിച്ച ജീവിതത്തിൽ നിന്നും രക്ഷിച്ചെടുക്കുന്ന ഒരു പ്രവൃത്തി ഇന്ത്യൻ ഗവൺമെൻറ്റിനുണ്ട്. അനേക NGOs ആ ക്രിയകൾ ചെയ്യാറുണ്ട്. ആരെയും സ്വതന്ത്രമായി വിടാറില്ല. അതുകൊണ്ട് ഈ പാപക്രിയയിൽ നിന്ന്, മോശമായ മ്ലേച്ഛമായ ജീവിതത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിൽക്കുന്നതായ ആ ചൈൽഡ് ലേബറിൽ നിന്ന് ഒരു കുഞ്ഞിനെ വിടുവിക്കുന്നതും, അടിമത്വത്തിൻ്റെ സ്ലേവറിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിടുവിക്കുന്നതും എതിലേലും പൊക്കോളാൻ പറയാനല്ല, നിങ്ങളെ റീസെറ്റിൽ ചെയ്യാൻ വേണ്ടിയാ, മാന്യമായൊരു ജീവിതത്തിന് വേണ്ടി. ഇന്ന് പകൽക്കാലം പാപത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കിയത്, മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് എബ്രായനെ സ്വതന്ത്രമാക്കിയത് എതിലേലും പൊക്കോ ഓടിക്കോളാൻ പറയാനല്ല, ഒന്നിൽ നിന്ന് വിടുവിച്ചത് എത്തേണ്ടിടത്ത് എത്താനാ, ഏതുവഴിയേലും പൊക്കോ എന്ന് പറയാനല്ല. എത്തേണ്ടിടത്ത് എത്തണമെങ്കിൽ അതിനെത്തിക്കേണ്ട വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയാണ് ലേവ്യ പുസ്തകം. പുതിയ നിയമപ്രകാരം ചിന്തിക്കുമ്പോൾ അപ്രകാരമുള്ള നിയമത്തിൻ്റെ നിഴലാണ് ലേവ്യ പുസ്തകം. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, നമ്മെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചത് പുറപ്പാട് പുസ്തകത്തിലാണ് വിടുവിച്ചത്. എവിടെയും പോയി ജീവിച്ചോളാൻ പറയാനല്ല, ജീവിക്കേണ്ടടുത്ത് ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയാ. ജീവിക്കേണ്ടതുപോലെ ജീവിപ്പാൻ പ്രമാണം തരുന്ന ഒന്നാണത്. വിശുദ്ധീകരണത്തിനും പുതിയ പ്രമാണത്തിൽ കൊണ്ടുവരേണ്ടതിനും എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം വിശുദ്ധീകരണം പ്രാപിക്കേണ്ടതിന് പഴയ നിയമത്തിൻ്റെ ലേവ്യ പുസ്തകം, പുതിയ നിയമപ്രകാരം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അതിൻ്റെ പൊരുളിലേക്ക് നാം കടക്കേണ്ടതാണ്. ഒന്നിൽ നിന്നും, അടിമത്വത്തിൽ നിന്നും, അടിമ വീട്ടിൽ നിന്നും വിടുവിച്ചത് കറങ്ങി നടക്കാനല്ല, അലഞ്ഞു നടക്കാനല്ല, പകരം എത്തേണ്ടിടത്ത് എത്തിക്കുവാനാണ്, ചിതറിക്കുവാനല്ല, ചിതറി നടക്കുവാനല്ല. ദൈവപ്രമാണത്തിൽ വരുന്നത് കൊണ്ടുവരേണ്ടതിനാണ്, നമ്മെ സേവനത്തിന് വേണ്ടി തയ്യാറാക്കാനാണ്. മറക്കരുത്, നാം കർത്താവിൻ്റെ സേവകന്മാരാ. നിങ്ങൾ വിശുദ്ധരാണെന്നും നിങ്ങളുടെ കൈവശമുള്ളത് വിശുദ്ധമാണെന്നും വിശുദ്ധമായൊരു സേവനത്തിന് വേണ്ടി വിളിച്ചുവെന്നും നമുക്കൊരു ഉറപ്പ് വരുത്താം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് ലേവ്യ പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കമായി ഇന്ന് പറയുവാൻ ആഗ്രഹിച്ചത്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽ ഞങ്ങളുടെ ജനത്തെ തൃക്കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ വീണ്ടെടുത്ത ദൈവകൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ അനുഗ്രഹം ഈ ജനത്തിൻ്റെ മേൽ വസിക്കട്ടെ. മഹത്വം അങ്ങെടുക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.